വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ റീസണിംഗ് സെക്ഷൻ ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ വേ ഇൻ വിച്ച് നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. തന്നിരിക്കുന്ന സെറ്റുകൾക്ക് സെയിം ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഫോളോയിങ് ഓപ്ഷൻസിൽ നിന്ന് ഏതാണ്? നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ 877 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇത് തമ്മിൽ ഈ ഒരു സെറ്റിൽ എന്താണ് റിലേഷൻ നോക്കാം. 16 into 2 എത്രയാണ്? 32 ആണല്ലോ. 32 plus 45 എത്ര കിട്ടും? 77 കിട്ടും. 16 into 2 plus 45 ചെയ്യുമ്പോൾ 75 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 23 into 2 46 plus 9 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 55 കിട്ടുന്നുണ്ട്. അപ്പൊ ഇതേ റിലേഷൻ വരുന്ന ഇവിടെ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18 into 2 36 പ്ലസ് 36 ചെയ്യുമ്പോ ഇത് കിട്ടുമോ? ഇല്ല. 41 into 2 ചെയ്യുമ്പോ തന്നെ 82 ആയി. അപ്പൊ ഇതും കിട്ടില്ലല്ലോ. പക്ഷെ ഇവിടെ 25 into 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ്? 50 ആണ് കിട്ടുന്നത്. 50 plus 27 എന്താണ്? 77 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇത് കിട്ടുന്നുണ്ട്. ഇവിടെ 77 ആണ്. ഇവിടെ എന്താണ്? ഇവിടെ 42 into 2 ചെയ്യുമ്പോഴത്തേക്ക് 84 വരെ പോകുന്നുണ്ട്. അപ്പൊ ഇത് കിട്ടില്ല. ഇത് എന്തായാലും കിട്ടില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Select the way in which numbers are related in the same way as are the numbers of the following set. ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഇത് കണക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 737 മൈനസ് 541 എടുത്ത് നോക്കാം. 7 1 മൈനസ് 1 6 13 4 പോകെ 9 6 5 പോകെ 196. 196 ഒരു സ്ക്വയർ അല്ലേ? എന്തിന്റെ സ്ക്വയർ ആണ്? 14ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അത് ഇവിടെ ഈ ഒരു റിലേഷൻ കിട്ടുന്നുണ്ടല്ലോ. 737നെ 540 മൈനസ് ചെയ്യുന്നു. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 196 ആണ്. അത് 14ന്റെ സ്ക്വയർ ആണ്. അതുപോലെ അതേ റിലേഷൻ കിട്ടുന്ന ഏതുണ്ട്? 866 മൈനസ് 697 16 7 പോയി കഴിഞ്ഞാൽ 9 15 9 പോയി കഴിഞ്ഞാൽ 6 7 6 പോയി 169 ആണല്ലോ. അപ്പൊ ഇത് 13ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ ഈ ഒരു റിലേഷൻ കിട്ടുന്നുണ്ടല്ലോ. ഇനി താഴെ പറയുന്ന ഏതെങ്കിലും ഓപ്ഷനുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കാം. 55 51ന്റെയും സ്ക്വയർ അല്ലല്ലോ. അപ്പൊ ഇത് വരില്ല. ഇനി അടുത്തത് നോക്കാം. അടുത്തത് വരുമോ? ഇല്ല, വരില്ല. അടുത്തതും വരില്ല. 16ന്റെ സ്ക്വയർ എന്തായാലും 256 വരില്ലല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് ഓപ്ഷൻ തന്നിട്ടില്ല. നമുക്ക് ഇവിടെ നോക്കാം. ഗ്രേറ്റ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഗ്രേറ്റ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നത് ERGAYLT എന്നാണ്. ഓക്കെ, ഗ്രേറ്റ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കൂ. ഇത് ക്രോസ് ആയിട്ട് ഇങ്ങനെ വരുന്നേക്കുമല്ലേ? ക്രോസ് ആയിട്ടൊരു റിലേഷൻ ഇവിടെ കാണുന്നില്ലേ? ക്രോസ് ആയിട്ടൊരു റിലേഷൻ കാണുന്നുണ്ട്. അടുത്ത മിക്സ്ചറും അങ്ങനെ തന്നെയാണല്ലോ. മിക്സ്ചറും അങ്ങനെ തന്നെയാണ്. മിക്സറിനെ നമുക്ക് ഇവിടെ XIMTERU എന്നൊക്കെ തന്നിരിക്കുന്നത്. അതും ക്രോസ് ആയിട്ട് വരുന്നുണ്ടല്ലോ. ക്രോസ് ആയിട്ടാണ്. ടി ഇവിടെ ടി തന്നെയാണ്. യു വന്നു, ഇ വന്നു, ആർ വന്നു. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു റിലേഷൻ ആണ്. അപ്പൊ ട്രബിളിന് എന്താണ് വരുന്നത് ചോദിച്ചിരിക്കുന്നത്? ട്രബിളിന് എന്താണ് വന്നേക്കുന്നത്? ട്രബിളിന് വന്നേക്കുന്നത് തിരിച്ചെഴുതാം. ORT U അതുപോലെ എഴുതി ELBA. ക്രോസ് ആയിട്ടല്ലേ വരുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. എന്താണ് ആൻസർ ആയിട്ട് വരിക? ഇവിടെ ORTULB എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഓഡ് വൺ കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ ഓഡ് വൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. TBU XFX
അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ എന്തെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? MLA EPQ. ഇവിടെ നോക്കൂ, ക്രോസ് ചെയ്യുമ്പോ ക്രോസ് ഉള്ള റിലേഷൻ എങ്ങനെയാണ്? ക്രോസ് ചെയ്യുമ്പോ എങ്ങനെയാണ് വരുന്നത്? +3 അല്ലേ? PQRST UVW കഴിഞ്ഞിട്ടാണ് X. +4 ആണ് ഇവിടെ വരുന്നത്. ഇവിടെ M കഴിഞ്ഞ് NOPQ +4 ആണ് വരുന്നത്. ക്രോസ് വരുന്നത് +4. എയും ഇയും തമ്മിൽ എങ്ങനെയാ? BCDE അതും +4 ആണല്ലോ. L കഴിഞ്ഞാലോ MNOP ഇവിടെയും +4 ആണല്ലോ. +4 വെച്ചിട്ടാണ് റിലേഷൻ പോകുന്നതെന്ന് മനസ്സിലായി ഓരോന്നും. അപ്പൊ അങ്ങനെ വരാത്തത് ഇവിടെ ഏതുണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇത് മാച്ച് ആവുന്നുണ്ട്. ഇവിടെയോ U കഴിഞ്ഞാല് VWX, U കഴിഞ്ഞാല് VWX. അപ്പൊ ഇത് മാച്ച് ആകുന്നുണ്ടോ? ഇവിടെ +3 അല്ല വന്നോളൂ. അപ്പൊ ഓപ്ഷൻ A അല്ലേ ഇവിടെ ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്? ഓപ്ഷൻ A ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരാൻ. ഇത് കറക്റ്റ് ആവുന്നുണ്ട്. ഇനി GRF നോക്കിയാലോ? GRF JPK. ഇവിടെ നോക്കൂ, F ആണ്, ABCD F. GHIJ ഇങ്ങോട്ടേക്ക് എന്താണ്? +4 ആണ്. R കഴിഞ്ഞിട്ട് UVTUP ഇവിടെ കിട്ടുന്നില്ല. ABCD GHIJK +3 ആണ് ഇവിടെ പോകുന്നത്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. HVX BZL IJKL IJKL +3 ആണ്. X കഴിഞ്ഞാ YZAB ഇവിടെ കിട്ടുന്നുണ്ട്. WXYZ ഇവിടെയും +4 വരുന്നുണ്ട്. ഇവിടെ +4 കിട്ടാത്തത് ഏതാണെന്ന് നോക്കുക. ഇപ്പൊ നമുക്ക് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് TBU XFX ഇവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ക്രോസ് ചെയ്യുമ്പോൾ +4 തന്നെ കിട്ടുന്നുണ്ട് അല്ലെ? ക്രോസ് ചെയ്യുമ്പോൾ +4 തന്നെ കിട്ടുന്നുണ്ട്. ഇത് +4 ആണ്. ഇവിടെയോ ഇതും +4 ആണ്, ഇതും +4 ആണ്. പക്ഷെ ഇതോ ഇങ്ങോട്ടേക്ക് UVWX ഇത് +3 ആണ്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ മാത്രം നമുക്ക് ലെഫ്റ്റിലേക്കുള്ള ക്രോസ്, ഇങ്ങോട്ടേക്കുള്ള ക്രോസ് +3 ആണ് കിട്ടുന്നത്. ഇവിടെ മാത്രം +3 ആണ്. ബാക്കി ഏത് കേസ് എടുത്ത് നോക്കിയാലും നമുക്ക് +4 കിട്ടും. നമുക്ക് നോക്കാം. HVX BZL ഇവിടെ +4, ഇത് IJKL +4, ഇവിടെയോ XYZM +4. വേറെ ഏത് ഓപ്ഷൻ എടുത്താലും എല്ലാം +4 തന്നെയാണ്. ഈ ഓപ്ഷൻ എയില് +4 അല്ല, +3 ആണ് കിട്ടുന്നത്. അടുത്ത് നമുക്ക് ഓഡ് 1 കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 52 23. 12 3 പോയാൽ 9, 4 2 പോയാൽ 29 ആണ് ഇവിടുത്തെ ഡിഫറൻസ്. 83 52 പോയാലോ 31 ആണ് ഡിഫറൻസ്. 120 83 പോയാല് 37 ആണ് ഡിഫറൻസ്. 161 120 പോയാല് 41 ആണ് ഡിഫറൻസ്. അപ്പൊ ഇനി ഇവിടെ നമുക്ക് ഇത് കാണുമ്പോൾ എന്ത് മനസ്സിലാകുന്നു? ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് ആണ്. അടുത്തടുത്തുള്ള പ്രൈം നമ്പേഴ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അടുത്ത പ്രൈം നമ്പർ ആണ് 43. അപ്പൊ 43 കുറയ്ക്കണം. ഏതിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്? 43 ആഡ് ചെയ്യുക 161ന്റെ കൂടെ 204 കിട്ടും. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് എടുക്കുന്നത്. 204 ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. DEL
എങ്ങനെ എഴുതിയിരിക്കുന്നു? 1204. ടർബോ എങ്ങനെ എഴുതിയിരിക്കുന്നു? 1520 എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കഴ്സർ ആണ് എടുക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഡിയുടെ നമ്പർ എത്രയാണ്? 4 ആണ്. എല്ലിന്റെ എത്രയാണ്? 12 ആണ്. ടിയുടെ 20ഉം ഓയുടെ 15ഉം ആണ്. ഇത് ക്രോസ് ചെയ്തിരിക്കുകയല്ലേ? ഓയുടെ 15 എടുത്ത് ആദ്യം എഴുതിയിരിക്കുന്നു, ടിയുടെ എടുത്ത് രണ്ടാമത് എഴുതിയിരിക്കുന്നു. ഡിയുടെ 4 എടുത്ത് ഓപ്പോസിറ്റ് എഴുതിയിരിക്കുന്നു, എല്ലിന്റെ 12 എടുത്ത് ആദ്യം എഴുതിയിരിക്കുന്നു. സിക്ക് എത്ര? 3. നമുക്ക് ജോട്ടി അറിയാലോ, അപ്പൊ നമുക്കിവിടെ 6ന്റെ വേണം. RST എന്നാണ്. 20 ആണ് ടിയുടെ, എസ് 19, 6 എത്രയാണ്? 18 ആണ് അല്ലെ? 6 എത്രയാണ്? 18 ആണ്. അപ്പൊ ഇവിടെ 18 അല്ലേ? അപ്പൊ ഇത് ക്രോസ് ചെയ്തല്ലേ എഴുതണ്ടേ? 1803 എന്ന് കിട്ടും. 1803 എന്നല്ലേ കിട്ടുന്നത്? അപ്പൊ ഓപ്ഷൻ എത്ര കിട്ടും? ഡി കിട്ടും. ഇവിടെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഓപ്പോസിറ്റ്. അപ്പം ഈ എൽ ആണെങ്കിൽ ഡിയുടെ നമ്പർ എഴുതുക, എല്ലിന്റെ നമ്പർ എഴുതുക, എന്ത് ചെയ്യുക? ക്രോസ് ചെയ്ത് എഴുതുക. 1204 അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നടുക്കത്തെ ലെറ്ററിന് ഇവിടെ കാര്യമൊന്നുമില്ല. ഡിജിറ്റുകൾ ആദ്യത്തെയും അവസാനത്തെയും ലെറ്ററുകൾ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സെലക്ട് ദ നമ്പേഴ്സ് ആർ നോട്ട് റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആർ ദ നമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, 45ഉം 270ഉം കൂടെ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? 45നെ നമുക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 270 കിട്ടും. ഇനി ഇതിന്റെ പകുതിയല്ലേ ഇത്? 270നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 135. 135നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 കിട്ടുന്നേ? ഒമ്പത്. അപ്പൊ ഇവിടെ ഡിവൈഡഡ് ബൈ 9 അല്ലേ? അപ്പൊ ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 9 ഈ ഒരു റിലേഷനിലാണ് പോയിരിക്കുന്നത്. അങ്ങനെ കിട്ടുന്നു നോക്കാം. 12 × 6 72. 72 ഡിവൈഡഡ് ബൈ ഭാഗം ഡിവൈഡഡ് ബൈ എത്രയാണിത്? 2 തന്നെയാണ്, 36. അവിടെ വരെ ശരിയായി. 36/9 നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ എന്താണ് വരുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നിടത്ത് എന്താണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇതൊരു ക്യൂബ് ആണ്, മനസ്സിലായി? 729 ഒരു ക്യൂബാണ്. ഇതും ഒരു ക്യൂബാണ്. ഇത് എന്താണ്? സ്ക്വയർ ആണ് അല്ലെ? ക്യൂബ് അല്ല, ഇത് ക്യൂബും ആണ് സ്ക്വയറും ആണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇത് എന്തിന്റെയാണ്? 27ന്റെ സ്ക്വയർ ആണ് എന്ത്? 729 ആണ്. 27ന്റെ സ്ക്വയർ 729 ആണ്. അപ്പൊ 29നെ -2 ചെയ്തു, അതിന്റെ സ്ക്വയർ എടുത്തു, 729. അതുപോലെ തന്നെ എന്തിന്റെ സ്ക്വയർ ആണ് നമുക്ക് 961 എന്ന് പറയുന്നത്? എന്തിന്റെ? 31ന്റെ സ്ക്വയർ അല്ലേ? 31ന്റെ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? 961 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ -2 ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ 3 അല്ല വരത്തുള്ളൂ. 3 -2 ചെയ്യുമ്പോൾ 31 കിട്ടും, അതിന്റെ സ്ക്വയർ ഇവിടെ കിട്ടും. ഇവിടെ 16 - 2 എത്രയാണ്? 14. അതിന്റെ സ്ക്വയർ 96. ഓപ്ഷൻ ഇവിടെ എന്ത് കിട്ടും? എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ലൈബ്രറിയെ ഇങ്ങനെ എഴുതിയിരിക്കുക. ലൈബ്രറിയെ ആണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോ എല്ലിന്റെ കറസ്പോണ്ടിങ് നമ്പർ 12. 12 + 1 ആണല്ലോ 13 എന്ന് പറയുന്നത്. ആണ് 12 + 1 ആണ് 13. ഇവിടെയോ y എന്ന് പറയുന്നത് 25. 25 + 1 26 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കറസ്പോണ്ടിങ് നമ്പറിന്റെ കൂടെ എന്തായിരിക്കുന്നു? എന്ത് ആഡ് ചെയ്തിരിക്കുന്നു?
+1 ആഡ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. If it was Sunday on 5th April 1998, then what was the day of the week on 5th January 2005 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 1998 ഏപ്രിൽ 5 സൺഡേ എന്ന് തന്നിട്ടുണ്ട്. ഇപ്പൊ തൊട്ടടുത്ത വർഷം 1999 ഏപ്രിൽ 5 എന്ന് പറയുന്നത് എന്താണ്? മൺഡേ ആയിരിക്കുമല്ലോ. 1 ഇയർ ഇൻക്രീസ് 1 ഡേ അല്ലേ വരുന്നത്, +1 ആണ്, മൺഡേ ആണ്. ഇനി നമുക്ക് 2000 എന്ത് കിട്ടും? 2000 നമുക്ക് 2000 ഏപ്രിൽ 5 ആകുമ്പോഴത്തേക്ക് +2 ആഡ് ചെയ്യണം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ട്യൂസ്ഡേ അല്ല വരുന്നത്, തൊട്ടടുത്ത ദിവസം അല്ല വരത്തുള്ളൂ, വെനസ്ഡേ വരും ഏപ്രിൽ 5 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 2001 വരുമ്പോ തേഴ്സ്ഡേ വരും. 2 വരുമ്പോഴേക്ക് ഫ്രൈഡേ. 3 വരുമ്പോൾ സാറ്റർഡേ വരും. 4 വരുമ്പോഴത്തേക്ക് ഇത് ലീപ് ഇയർ ആയതുകൊണ്ട് സൺഡേ, മൺഡേ വരും. 2005 വരുമ്പോഴത്തേക്ക് 2005 വരെ പോകണ്ട നമുക്ക്. മൺഡേ 2004 ഏപ്രിൽ 5 എന്ന് പറയുന്നത് മൺഡേ ആണെന്ന് കിട്ടി. 2004 ഏപ്രിൽ 5 എന്ന് പറയുന്നത് മൺഡേ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്കിനി ബാക്കി നോക്കണ്ടേ, ഈ മാസം ഇനി എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കാം. ഏപ്രിൽ, ഇനി ഇവിടെ ഈ മാസം 25 ദിവസമുണ്ട്. 25. ഇപ്പൊ എത്ര ലീപ്പ് ഇയർ, എത്ര ഡേയ്സ്, ഓഡ് ഡേയ്സ് ഉണ്ട്? 4 ഓഡ് ഡേയ്സ്. മെയ് 31 ദിവസമുണ്ട്. അപ്പൊ ഇവിടെ 3. ജൂലൈ 2, ജൂലൈയില് 3, ഓഗസ്റ്റില് 2, 3, സെപ്റ്റംബറിൽ 2, ഒക്ടോബറിൽ 3, നവംബറിൽ 2, ഡിസംബറിൽ 3, ജനുവരി 5 വരെ. ജനുവരി 5, 4, 3, 7, 8, 9, 10, 11, 12, 15, 17, 20, 22, 25, 30. 2 ഓഡ് ഡേ ആണ് ഇവിടെ കിട്ടുന്നത്. 2 ഓഡ് ഡേ കിട്ടുമ്പോഴത്തേക്ക് നമുക്കിവിടെ മൺഡേ വരെ കിട്ടി. ട്യൂസ്ഡേ, വെനസ്ഡേ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? 1998 ഏപ്രിൽ 5 സൺഡേ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ ലീപ്പ് ഇയർ അല്ലാത്തൊരു വർഷമാണ് തൊട്ടടുത്ത വർഷമെങ്കിൽ നമുക്ക് അടുത്ത വർഷം എന്ന് പറയുന്നത് +1 ആഡ് ചെയ്യുന്നതായിരിക്കും. അതേ ദിവസം, അടുത്ത വർഷം അതേ ദിവസം എന്ന് പറയുന്നത് +1 ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എത്ര കിട്ടും? സൺഡേ, മൺഡേ കിട്ടും. അടുത്ത വർഷം 1999 ഏപ്രിൽ 5. ഈ 2000 ഏപ്രിൽ 5 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? 2 ആഡ് ചെയ്യണം. +2. വെനസ്ഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആണ് കിട്ടുന്നത്. ട്യൂസ്ഡേ അല്ല, വെനസ്ഡേ വരും. അടുത്ത 2001 നോർമൽ ഇയർ ആണ്. തേഴ്സ്ഡേ കിട്ടും. 2002 ഏപ്രിൽ 5 ഫ്രൈഡേ കിട്ടും. 2003 ഏപ്രിൽ 5 സാറ്റർഡേ കിട്ടും. 2004 ഏപ്രിൽ 5 ഇത് വീണ്ടും ലീപ്പ് ഇയർ ആയി. അപ്പൊ ഇവിടെ സൺഡേ, മൺഡേ കിട്ടും. അവിടെ 2004 വരെ നമ്മൾ കണ്ടുപിടിച്ചു. 2004 ഏപ്രിൽ 5 മൺഡേ എന്ന് കണ്ടുപിടിച്ചു. മൺഡേ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ആ ദിവസം ഏപ്രിൽ ആണല്ലോ. ഏപ്രിലിന് ബാക്കി 25 ദിവസമുണ്ട്. 25 ദിവസം എന്ന് പറയുമ്പോൾ എത്ര ഓഡ് ഡേയ്സ് കിട്ടി? 25 ഡേയ്സിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 4 ഡേയ്സ്. കാരണം 25/7 ചെയ്യുമ്പോൾ 3 കിട്ടും. 4 ഓഡ് ഉണ്ട്, അതിവിടെ എഴുതി. അടുത്ത ഓരോ മാസത്തതും എഴുതി. ഓരോ മാസത്തത് ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് 31 ദിവസമുള്ള ദിവസമാണ്. 28 ആണ്. 28 ഡേയ്സ് ഓഡ് ആയി. ഓഡ് നമ്പർ 3 ആണ്. മെയ്
മെയ് കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ. ജൂണില് 30 ദിവസമേ ഉള്ളൂ. 28നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കി 2 ദിവസം, അത് ജൂൺ. ജൂലൈയില് 31 ദിവസം ഉണ്ട്. അപ്പൊ 3 ഡേയ്സ് ഉണ്ട്. 28 കഴിഞ്ഞാൽ 29, 30, 30 3 ഡേയ്സ് ഇവിടെ എഴുതി. ജൂൺ, ജൂലൈ. ഓഗസ്റ്റ് 3, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, പിന്നെ ജനുവരി 5 വരെയുള്ള ദിവസം. അപ്പൊ ടോട്ടൽ 30 ഡേയ്സ് കിട്ടി. 30 ഡേയ്സിനെ വീണ്ടും നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 7, 28 2 റിമൈൻഡർ കിട്ടും. ആ 2 ഇവിടെ കിടക്കുന്നത്. ഓൾറെഡി നമ്മൾ മൺഡേ വരെയായിരുന്നു കണ്ടുപിടിച്ച് വെച്ചിരുന്നത്. 2 കൂടെ കഴിയുമ്പോൾ ട്യൂസ്ഡേ, വെനസ്ഡേ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെലക്ട് ദ ഓഡ് 1 ഔട്ട് ഫ്രം ദ ഗിവൻ ഓൾട്ടർനേറ്റീവ്സ്. 4132 എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ 4, 1, 3, 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 കൊണ്ട് 4, 1, 2. 4 കൊണ്ട് 4, 2, 8, 4, 12, 1, 4, 5, 16. 16, 528 എന്ന് കിട്ടും. അടുത്തത് 5, 3, 5, 1, 4. അത് നമുക്ക് കിട്ടില്ല. 3, 2, 38, 27 ഇൻറ്റു 4. 10 ഷിഫ്റ്റ് 8, 4, 32, 33, 15. ഇത് ഇവിടെ ഇൻറ്റു 4 കിട്ടും. 62, 57 ഇൻറ്റു 4, 7, 4, 28. ഇവിടെയും കിട്ടില്ല. അപ്പൊ ഇവിടെ ഇൻറ്റു 4 ചെയ്യുമ്പോൾ കിട്ടുന്നത് സെയിം ആയിട്ട് വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഒരു റിലേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ചഞ്ചൽ. ചഞ്ചൽ എന്ന് പറയുന്നത് ഈസ് ദ ഓൺലി സിസ്റ്റർ ഓഫ് ശ്യാം. ശ്യാമിന്റെ ഒരേ ഒരു സിസ്റ്റർ ആണ് ചഞ്ചൽ. നമ്മളിവിടെ ലേഡീസിന് ഇവിടെ ഒരു പൊട്ട് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ചഞ്ചൽ പെണ്ണാണ്. ചഞ്ചൽ ഫാദർ ഈസ് ദ ഓൺലി സൺ ഓഫ് ഹിസ് പാരന്റ്സ്. ചഞ്ചലിന്റെ ഫാദർ എന്ന് പറയുമ്പോൾ അവരുടെ രണ്ടിന്റെയും ഫാദർ ആണല്ലോ. ഫാദർ ആരാന്നറിയില്ലേ? എഫ് കൊടുക്കാം. എഫ് എന്ന് പറയുന്നത് ഒരേ ഒരു മകനാണ് അദ്ദേഹത്തിന്റെ പാരന്റ്സിന്റെ എന്ന് പറഞ്ഞത്. ധർമ്മ ഇസ് എ പെറ്റേണൽ ഗ്രാൻഡ് മദർ ഓഫ് സോഹം. സോഹം ആരാന്ന് അറിയില്ല. സോഹത്തിന്റെ ഫാദറിന്റെ അമ്മയാണ് ആര്? ധർമ്മ എന്ന് എഴുതി. ശബാക്ക ഹു ഈസ് മാരീഡ് ടു നിഖിൽ ഈസ് ദ ഡോട്ടർ ഇൻ ലോ ഓഫ് ധർമ്മ. ധർമ്മയുടെ ഡോക്ടർ ഇൻ ലോ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ വൈഫ് ആണ് ആരെന്ന് പറയുന്നത്? ഇവിടെ ഇപ്പം ധർമ്മയുടെ ഡോക്ടറിലാണ്. അപ്പൊ ഇതാണ് ശബാക്ക ഹു ഈസ് മാരീഡ് ടു. ശബാക്ക പറഞ്ഞു. രുദജ ഈസ് എ സിസ്റ്റർ ഇൻ ലോ ഓഫ് ശബാക്ക. ശബാക്ക ഇവിടെയുണ്ട്. രുദജ എന്ന് പറയുന്നത് സിസ്റ്റർ ഇൻ ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് സിസ്റ്റർ ഇൻ ലോ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ എവിടെയെങ്കിലും തന്നെ ഇവര് വൈഫും ഇതാണ്. സിസ്റ്റർ ഇൻ ലോയെ നമുക്ക് ഇപ്പൊ ഈ ഒരാളുടെ സിസ്റ്റർ ആയിരിക്കുമല്ലോ. അത് ആളുടെ പേരെന്താണെന്ന് പറഞ്ഞാൽ രുദജ ആണ്. ശാലക ഹാസ് നോ സിബ്ലിങ്സ്. ശാലകയ്ക്ക് എന്താണ്? സിബ്ലിങ്സ് ഒന്നുമില്ല. ഹൗ രുദജ ഇസ് റിലേറ്റഡ് ടു ധർമ്മ. ശബക ഹാസ് നോ സിബ്ലിങ്സ്. ശാബകയ്ക്കാണ് സിബ്ലിങ്സ് ഇല്ലാത്തത്. ഹൗ രുദജ ഇസ് റിലേറ്റഡ് ടു ധർമ്മ. രുദജ എങ്ങനെയാണ് ധർമ്മയായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? രുദജ ധർമ്മയായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? രുദജ ധർമ്മയായിട്ട് റിലേറ്റ് ചെയ്യാൻ പോകുന്നത് ഡോട്ടർ ആയിട്ടാണ് വരാൻ പോകുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 3 of the 4 words are like in a certain way and one is different. Pick out the one എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക്
ഇവിടെ നോക്കുമ്പം BCDE CDE HIJK B കഴിഞ്ഞ് CD കഴിഞ്ഞ് EFG കഴിഞ്ഞ് HIJ കഴിഞ്ഞ് K Z കഴിഞ്ഞ AB കഴിഞ്ഞ C DE കഴിഞ്ഞ F GH കഴിഞ്ഞാൽ I ഇതെല്ലാം കറക്റ്റ് ആണ്. X കഴിഞ്ഞാൽ AB തെറ്റാണ്. SGUB WHY Z ABC ZABC STU BWXY ZABC ഇവിടെ ഇത് കറക്റ്റ് ആവുന്നുണ്ട്. X കഴിഞ്ഞാല് Y Z A B C D E F G ശരിയാവുന്നുണ്ട്. ഇവിടെയാണ് തെറ്റാകുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത് നമുക്ക് നോക്കാം ഇവിടെ എന്താണെന്ന്. 11 + 4 15 + 8 +4 നോക്കുമ്പം 27 വരും. +8 +4 +8 ആ ഒരു സീരീസിലല്ലേ ഇവിടെ പോകുന്നത്. +4 +8 +4 വരുമ്പോൾ 27 കൊടുക്കാം. പിന്നെ +8 27 + 8 35 35 + 4 39 39 + 8 47 ഈ ഒരു സീരീസിലാണ് ഇവിടെ പോകുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത് 45നെ നമുക്ക് 7 to 9 7 to 9 എന്തിന്റെ ക്യൂബാണ്? 9ന്റെ ക്യൂബാണ്. 45 9 എങ്ങനെ ആവുന്നേ? 4 + 5 ചെയ്യുന്ന എന്താവും? അതുപോലെ 6 + 7 6 + 7 എത്രയാണ്? 13 13ന്റെ സ്ക്വയർ 169 അല്ലേ വരുള്ളൂ. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് ഈ ഒരു പാറ്റേണിലുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ നമുക്ക് 13 169 ആണ് ഇവിടെ കിട്ടുന്നത്. Select the option which numbers are not related in the same way as the numbers of the following set എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 91 17 മൈനസ് ചെയ്ത് നോക്കാം. 4 8 പോകെ 7 ഏതെങ്കിലും രീതി കിട്ടുമോ? ഇല്ല. 36നെ 2 കൊണ്ട് കഴിയുമ്പോ 72 കിട്ടും. 91 72 കുറച്ചാ 11 2 പോകെ 9 1 19 വരും അല്ലെ. അപ്പൊ നമുക്കിവിടെ 91 ആ ഒരു റിലേഷൻ ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ നമുക്കിത് 36 × 3 - 17 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 91 കിട്ടും. 36 × 3 6 3 18 10 108 108 - 17 ചെയ്യുമ്പോൾ 91 കിട്ടും ഇവിടെ. അപ്പോൾ നമുക്ക് അതുപോലെ അതേ രീതിയിൽ വരുന്ന ഇവിടെ ഏതുണ്ട്? 92 × 3 276 അല്ലേ. ഇവിടെ 76 ആണ് കേട്ടോ. ഇവിടെ 76 ആണ്. 92 × 3 276 മൈനസ് എത്ര കിട്ടുക? 76 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 200 കിട്ടും. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. × 3 - 70 ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. × 3 മൈനസ് ഇത് ഫസ്റ്റ് നമ്പർ. ഇതോടുകൂടി ഈ ഒരു സെക്ഷൻ അവസാനിക്കുകയാണ്. താങ്ക് യു.